കേരള റീഡർ ഇംഗ്ലീഷ് ക്ലാസ് 8 യൂണിറ്റ് 1-ലെ ദ 7 ഏജസ് ഓഫ് മാൻ എന്ന രണ്ടാമത്തെ ലെസന്റെ മലയാളം എക്സ്പ്ലനേഷൻ വീഡിയോയിലേക്കാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. ഈ പാഠത്തിലേക്ക് കടക്കുന്നതിന് മുമ്പേ ഇതിന്റെ ഓഥർ, അതായത് രചയിതാവിനെ കുറിച്ച് മനസ്സിലാക്കാം. വില്യം ഷേക്സ്പിയർ, അതാണ് അദ്ദേഹത്തിന്റെ പേര്. ഡേറ്റ് ഓഫ് ബർത്തും ഡേറ്റ് ഓഫ് ഡെത്തുമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. വാസ് ആൻ ഇംഗ്ലീഷ് പ്ലേ റൈറ്റ്, പോയറ്റ് ആൻഡ് ആക്ടർ. ഇദ്ദേഹം ഒരു ഇംഗ്ലീഷ് നാടകം എഴുതുന്ന ആളായിരുന്നു, കവിയായിരുന്നു, നടനായിരുന്നു. വൈഡ്ലി റിഗാർഡഡ് ആസ് വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് റൈറ്റേഴ്സ് ഓഫ് ദ വേൾഡ്. ലോകത്തിലെ വെച്ച് ഉന്നത എഴുത്തുകാരിൽ ഒരാളായിട്ടാണ് ഇദ്ദേഹത്തെ കണ്ടിരുന്നത്. ഹി ഈസ് നോൺ ആസ് ദ ബാർഡ് ഓഫ് എവോൺ. ഇദ്ദേഹം അറിയപ്പെട്ടിരുന്നത് ബാർഡ് ഓഫ് എവോൺ എന്നായിരുന്നു. ഇവിടെ ബാർഡ് ഓഫ് എവോൺ എന്ന് പറയുന്നുണ്ടല്ലോ, ഇതെന്താന്ന് ഈ പാരഗ്രാഫിന്റെ എക്സ്പ്ലനേഷന്റെ അവസാനം നമുക്ക് നോക്കാം. ഹിസ് വർക്ക്സ് ഇൻക്ലൂഡ് 37 plays, 154 sonnets and 2 long narrative poems. ഇദ്ദേഹത്തിന്റെ കൃതികളിൽ 37 നാടകങ്ങൾ ഉണ്ടായിരുന്നു, 154 സോണറ്റ്സ്. എന്താണ് ഈ സോണറ്റ്സ് എന്ന് പറഞ്ഞാൽ? ചെറു കവിതകൾ. ഓക്കെ. ആൻഡ് 2 long narrative poems. എന്താണ് ഈ നറേറ്റീവ് പോയംസ് എന്ന് പറഞ്ഞാൽ? കഥാരൂപത്തിലുള്ള കവിതകൾ. അപ്പം 2 നീണ്ട കഥാരൂപത്തിലുള്ള കവിതകൾ. His plays have been translated into every major living language and have been performed all over the world. ഇദ്ദേഹത്തിന്റെ നാടകങ്ങൾ ലോകത്തിലെ എല്ലാ പ്രധാന ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട്, അതായത് ട്രാൻസ്ലേറ്റഡ് അങ്ങനെ ചെയ്തിട്ടുണ്ട്. പിന്നെ എന്താ പറയുന്നത്? ഹാവ് ബീൻ പെർഫോംഡ് ഓൾ ഓവർ ദ വേൾഡ്. ലോകമെമ്പാടും അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ദ ക്യാരക്ടേഴ്സ് ഓഫ് ഷേക്സ്പിയേഴ്സ് ഹാവ് സ്റ്റുഡ് ദ ടെസ്റ്റ് ഓഫ് ടൈം. എന്ന് പറഞ്ഞാൽ ഷേക്സ്പിയറിന്റെ കഥാപാത്രങ്ങൾ കാലത്തെ അതിജീവിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഷേക്സ്പിയറിനെ ബാർഡ് ഓഫ് എവോൺ എന്ന് അറിയപ്പെട്ടിരുന്നത്? ഇവിടെ 2 കാര്യമാണ്. ബാർഡ് എന്ന വാക്കിന്റെ അർത്ഥം someone who tells stories, poems and travels to the people. അതായത് ജനങ്ങളോട് കഥകളും കവിതകളും യാത്രാ വിവരണങ്ങളും പറയുന്ന ഒരു വ്യക്തി. അപ്പൊ അങ്ങനെ ഒരു വ്യക്തിയാണ് ബാർഡ് എന്ന് പറയുന്നത്. പിന്നെ എവോൺ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ജന്മസ്ഥലത്തിന്റെ പേര് അവിടെ കുറിക്കുന്നുണ്ട്. സ്റ്റാർട്ട്ഫോർഡ് അപ്പോൺ എവോൺ, അങ്ങനത്തെ ഒരു സ്ഥലത്താണ്, ഇംഗ്ലണ്ടിലെ ഈ പേരുള്ളൊരു സ്ഥലത്താണ് ഇദ്ദേഹം ജനിച്ചത്. അപ്പം ഈ 2 കാര്യം കൂടെ ചേർത്തിട്ടാണ് ഇദ്ദേഹത്തെ ബാർഡ് ഓഫ് എവോൺ എന്ന് അറിയപ്പെട്ടിരുന്നത്. നമുക്ക് വായിക്കാം. ലൈഫ് കീപ്സ് ഓൺ ചേഞ്ചിങ് ആൻഡ് വി ടേക്ക് ഓൺ ഡിഫറെന്റ് റോൾസ് ആസ് വി ഗ്രോ ഓൾഡർ. ഡു യു എഗ്രി? നമ്മൾ വളരും തോറും നമ്മളുടെ ജീവിതം മാറിക്കൊണ്ടിരിക്കും. ആ സമയത്ത് വി ടേക്ക് ഓൺ ഡിഫറെന്റ് റോൾസ്, നമ്മൾ പല പല റോളുകൾ എടുക്കും. അതിനോട് നിങ്ങൾ യോജിക്കുന്നു? തിങ്ക് ഓഫ് യുവർ ലൈഫ് സോ ഫാർ. ഇതുവരെയുള്ള നിങ്ങളുടെ ജീവിതമൊന്ന് നിങ്ങൾ ആലോചിച്ചു നോക്കൂ. വാട്ട് ആർ ദ റോൾസ് ദാറ്റ് യു ഹാവ് പ്ലേഡ്? നിങ്ങൾ എടുത്ത റോളുകളൊക്കെ എന്തായിരുന്നു? വാട്ട് സ്റ്റേജ് ഓഫ് ലൈഫ് ഡു യു തിങ്ക് യു ആർ ഇൻ നൗ? ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിന്റെ ഏത് സ്റ്റേജിലാണ് നിങ്ങളെന്ന് ഒന്ന് ആലോചിക്കൂ. ലെറ്റ്സ് സീ ഹൗ ഷേക്സ്പിയർ ഡിസ്ക്രൈബ്സ് ദ ജേർണി ഓഫ് ലൈഫ്. നമ്മളുടെ ജീവിതയാത്രയെ ഷേക്സ്പിയർ എങ്ങനെയാണ് വിവരിക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. ഈ ലെസന്റെ ഹെഡിങ് ദ 7 ഏജസ് ഓഫ് മാൻ. നമുക്ക് വായിക്കാം. ഓൾ ദ വേൾഡ്സ് എ സ്റ്റേജ്. ഈ ലോകം ഒരു നാടകശാലയാണ്. ഓക്കെ. ആൻഡ് ഓൾ ദ മെൻ ആൻഡ് വുമൻ മിയർലി പ്ലേയേഴ്സ്. ഇവിടെയുള്ള പുരുഷന്മാരും സ്ത്രീകളും, അതായത് ഈ നാടകശാലയാകുന്ന ഈ ലോകത്തിലുള്ള പുരുഷന്മാരും സ്ത്രീകളും വെറും അഭിനേതാക്കൾ മാത്രമാണ്. ദേ ഹാവ് ദെയർ എക്സിറ്റ് ആൻഡ് ദെയർ എൻട്രൻസസ്. അവർക്ക് ഈ രംഗത്തേക്ക് വരുവാനും പോകുവാനും ഉള്ള ഒരു സമയമുണ്ട്. ആൻഡ് വൺ മാൻ ഇൻ ഹിസ് ടൈം പ്ലേസ് മെനി പാർട്സ്. അങ്ങനെ ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ ആ ജീവിത കാലഘട്ടത്തിൽ പല വേഷങ്ങൾ ചെയ്യുന്നു. ഹിസ് ആക്ട്സ് ബീയിങ് 7 ഏജസ്. അവയുടെ പ്രവൃത്തികൾ 7 ഘട്ടങ്ങളിലായിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ അതാണ് ഇവിടെ ഈ പാരഗ്രാഫിൽ ഉള്ള വിവരണം. അടുത്ത സ്റ്റാൻസിൽ എന്താ പറയുന്നത്? At first the infant mewling and poking in the nurse's arm. ആദ്യം ഒരു ഇൻഫന്റ് എന്ന് പറഞ്ഞാൽ ഈ കൈക്കുഞ്ഞ്, ആദ്യം കൈക്കുഞ്ഞായിട്ട് നഴ്സിന്റെ കയ്യിൽ മ്യൂളിംഗ് എന്ന് പറഞ്ഞാൽ കരയുക,
പുക്കിംഗ് എന്ന് പറഞ്ഞാൽ ഛർദ്ദിക്കുക. അപ്പോൾ കരഞ്ഞും ഛർദ്ദിച്ചും ഒക്കെ ആയിട്ട് ഒരു കൈക്കുഞ്ഞായിട്ടുള്ള സ്റ്റേജിൽ നഴ്സിന്റെ കയ്യിൽ. പിന്നീട് എന്താ പറയുന്നത്, ഇവിടെ സ്കൂൾ ബോയ്, ഈ കാണുന്ന ഒരു സ്കൂൾ ബോയിന്റെ സ്റ്റേജാണ്. അതെന്താ പറയുന്നത് നോക്കാം. ആൻഡ് ദെൻ ദ വൈനിങ് സ്കൂൾ ബോയ് വിത്ത് ഹിസ് സാഷൽ ആൻഡ് ഷൈനിങ് മോർണിംഗ് ഫേസ് ക്രീപ്പിംഗ് ലൈക്ക് സ്നെയിൽ അൺവില്ലിംഗ്ലി ടു സ്കൂൾ. അപ്പോൾ ഇവിടെ ഒരു സ്കൂൾ ബോയ് സ്കൂളിലേക്ക് പോകാനുള്ള ഒരു ബുദ്ധിമുട്ടും വിഷമവും ഒക്കെയാണ് ഇവിടെ പറയുന്നത്. അതെ, വൈനിങ് സ്കൂൾ ബോയ്, വൈനിങ് എന്ന് പറഞ്ഞാൽ പരാതിപ്പെടുക, സ്കൂളിൽ പോകാനുള്ള ഭയങ്കര പ്രയാസങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. വിത്ത് ഹിസ് സാഷൽ, സാഷൽ എന്ന് പറഞ്ഞാൽ ഈ ബാഗുമായിട്ട് സ്കൂളിൽ പോകുന്ന ഒരു കുട്ടി. ആൻഡ് ഷൈനിങ് മോർണിംഗ് ഫേസ്, രാവിലെ നല്ല ഉഷാറോടെ എണീക്കുന്നുണ്ട്, പക്ഷേ എങ്ങനെയാണ് സ്കൂളിലേക്ക് പോകുന്നത്? അൺവില്ലിംഗ്ലി ടു സ്കൂൾ ക്രീപ്പിംഗ് ലൈക്ക് സ്നെയിൽ. അൺവില്ലിംഗ്ലി ടു സ്കൂൾ എന്ന് പറഞ്ഞാൽ മനസ്സില്ലാ മനസ്സോടെ സ്കൂളിലേക്ക്. ക്രീപ്പിംഗ് ലൈക്ക് സ്നെയിൽ എന്ന് പറഞ്ഞാൽ ഒരു ഒച്ച എഴയുന്നത് പോലെ. അപ്പോൾ ഒരു ഒച്ച എത്ര സ്പീഡിലാണ് എഴയുന്നത് നമുക്കറിയാലോ. അപ്പോൾ അത്രയും മെല്ലെ അൺവില്ലിംഗ്ലി, ഒരു മനസ്സില്ലാ മനസ്സോടുകൂടെ വൈനിങ് സ്കൂൾ ബോയ്, പരാതിയോടുകൂടെ ഒക്കെയാണ് ഈ ആൺകുട്ടി സ്കൂളിലേക്ക് പോകുന്നത്. അപ്പോൾ ഒരു ഇൻഫാൻറ്റിൻ്റെയും പിന്നെ ഒരു സ്കൂൾ ബോയിൻ്റെയും രണ്ട് സ്റ്റേജാണ് ഈ സ്റ്റാൻസിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അടുത്ത ഈ 3 വരിയിൽ ലവർ, ഒരു കാമുകനെ കുറിച്ചാണ് ഷേക്സ്പിയർ വിവരിക്കുന്നത്. ആൻഡ് ദെൻ ദ ലവർ sighing like furnace with a woeful ballad made to his mistress eyebrow. Sighing like a furnace എന്ന് പറഞ്ഞാൽ, sighing എന്ന് പറഞ്ഞാൽ നെടുവീർപ്പിട്, ഫർണസ് എന്ന് പറഞ്ഞാൽ തീച്ചൂള. വിത്ത് എ woeful ballad, woeful എന്ന് പറഞ്ഞാൽ സങ്കടകരമായ ബാലാഡ് എന്ന് പറഞ്ഞാൽ പാട്ട്. ഓക്കെ, നമുക്ക് നോക്കാം എന്താണ് ഇവിടെ പറയുന്നത്. ഈ വരികളിൽ പറയുന്നത് പ്രണയത്തിലായിരിക്കുന്ന ഒരു യുവാവിനെ ആണ് ചിത്രീകരിക്കുന്നത്. ഓക്കെ, ഈ പ്രണയം കാരണം അവൻ ഒരു ചൂള പോലെ ചൂടുള്ള നെടുവീർപ്പുകൾ, അതായത് തീച്ചൂളയിൽ നിന്ന് ഇങ്ങനെ ചൂടുള്ള പുക പോയാലുമല്ലോ, അതുപോലെ ചൂടുള്ള നെടുവീർപ്പുകളാണ് ഇവൻ ഇടുന്നത്. അവന്റെ സ്നേഹം എത്രമാത്രം ആഴമുള്ളതാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അവൻ തൻ്റെ കാമുകിയുടെ പുരികം പോലുള്ള ചെറിയ കാര്യങ്ങളെക്കുറിച്ച് പോലും വോഫുൾ ബാലഡ്, ദുഃഖകരമായ പാട്ടുകൾ രചിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ വരികളിൽ പ്രണയത്തിന്റെ തീവ്രത വളരെ മനോഹരമായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. യൗവനത്തിൽ സാധാരണമായിട്ടുള്ളൊരു അവസ്ഥയാണിത് പ്രണയത്തിന് വേണ്ടി എന്ത് ത്യാഗവും സഹിക്കാനുള്ള യുവ മനസ്സിനെയാണ് ഇവിടെ ഷേക്സ്പിയർ വിവരിച്ചു പറയുന്നത്. അടുത്തത്, then a soldier full of strange oaths and bearded like a pard, jealous in honor, sudden and quick in quarrel, seeking the bubble reputation even in the cannon's mouth. Full of strange oaths എന്ന് പറയുന്നത് എന്താ? ഓത്ത് എന്ന് പറഞ്ഞാൽ ശബ്ദങ്ങൾ, പ്രതിജ്ഞകൾ എന്നൊക്കെ. സ്ട്രേഞ്ച് എന്ന് പറഞ്ഞാൽ വിചിത്രമായ. അപ്പം വിചിത്രമായ പ്രതിജ്ഞകൾ എന്താണ് ഇവിടെ പറയുന്നത്? ഒരു സൈനികൻ തൻ്റെ രാജ്യത്തോട്, രാജാവിനോട്, സഹപ്രവർത്തകരോട് അല്ലെങ്കിൽ ദൈവത്തോട് ഒക്കെ പ്രതിജ്ഞാബദ്ധനായിരിക്കും. അതുകൊണ്ടാണ് ആ പോരാളിയെക്കുറിച്ച്, ആ സോൾജറിനെ കുറിച്ച് ഫുൾ ഓഫ് സ്ട്രേഞ്ച് ഓട്സ് എന്ന് ഇവിടെ പറയുന്നത്. അടുത്തത് ഇവിടെ പറയുന്നത് ബിയർഡഡ് ലൈക്ക് ദ പാഡ്. ബിയർഡ് എന്ന് പറഞ്ഞാൽ താടി, ബിയർഡഡ് എന്ന് പറഞ്ഞാൽ താടിയുള്ള, ലൈക്ക് ദ പാഡ് എന്ന് പറഞ്ഞാൽ ഒരു ഗ്രീക്ക് വേർഡാണ്. ഇതിനർത്ഥം പുള്ളിപ്പുലി. അപ്പൊ പുള്ളിപ്പുലിയെ പോലെ താടിയുള്ളവൻ. എന്താണ് ഇവിടെ പറയുന്നത്? സാധാരണയായി ഈ യൗവനം പിന്നിട്ട് മധ്യവയസ്സിലേക്ക് വരുമ്പോൾ, അതായത് ഇവിടെ നമ്മൾ യൗവനത്തിനെ പറ്റി പഠിച്ചു, ലവർ, അത് കഴിഞ്ഞ് മധ്യവയസ്സിലേക്ക് കടക്കുമ്പോൾ ഒരു മനുഷ്യന്റെ അവസ്ഥയാണ് ഇവിടെ വിവരിക്കുന്നത്. ഈ സമയത്ത് ഈ മനുഷ്യർക്ക്, ആണുങ്ങൾക്ക് നല്ല താടിയൊക്കെ വരുന്ന ഒരു സമയമായിരിക്കും. അപ്പം ഇടതൂർന്ന താടി ഉണ്ടാകും. ഇതെന്തിനെ സൂചിപ്പിക്കുന്നത്? ധീരതയും പരുഷത്വവും. അപ്പം ധീരനും പരുഷനുമായ ഒരു വ്യക്തിയെ വിശേഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉള്ളൊരു പ്രയോഗമാണ് ഈ ബിയർഡഡ് ലൈക്ക് ദ പാഡ് എന്ന് ഷേക്സ്പിയർ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ജലസ് ഇൻ ഓണർ എന്താണ് ഇവിടെ പറയുന്നത്? ജലസ് എന്ന് പറഞ്ഞാൽ അസൂയ, ഓണർ എന്ന് പറഞ്ഞാൽ അംഗീകാരം. അപ്പൊ ഇവിടെ ഇത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, മറ്റൊരാൾക്ക് ലഭിക്കുന്ന അംഗീകാരത്തിലോ പദവിയിലോ അല്ലെങ്കിൽ മാന്യതയിലോ ഒരാൾക്ക് അസൂയ തോന്നുന്ന അവസ്ഥ. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥ ഇവിടെ ഈ പട്ടാളക്കാരനുണ്ട് എന്നാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അടുത്തത് സഡൻ ആൻഡ് ക്വിക്ക് ഇൻ ക്വാറൽ.
സഡൻ എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന്, ക്വിക്ക് എന്ന് പറഞ്ഞാൽ വളരെ വേഗത്തിൽ. രണ്ടും ഏകദേശം ഒരേ അർത്ഥമാണ്. ക്വാറൽ എന്ന് പറഞ്ഞാൽ കലഹം, അടിപിടി, പ്രശ്നം. അപ്പം വളരെ പെട്ടെന്ന് തന്നെ എന്തെങ്കിലും ഒരു ചെറിയ കാരണം കാണുമ്പോഴത്തേക്കും ഒരു കലഹത്തിലേക്കും ഒരു അടിപിടിയിലേക്കൊക്കെ പോകുന്നതായിട്ടുള്ള ഒരു അവസ്ഥ, അങ്ങനെ ഒരു വ്യക്തി എന്നാണ് ഇവിടെ പറയുന്നത്. സീക്കിംഗ് ദ ബബിൾ റെപ്യൂട്ടേഷൻ ഈവൻ ഇൻ ദ കാനൺസ് മൗത്ത്. ബബിൾ റെപ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ, ബബിൾ എന്ന് പറയുമ്പോൾ കുമിള, പെട്ടെന്ന് പൊട്ടിപ്പോകും, വലിയ സമയമില്ല അതിന് വലിയ നിലനിൽപ്പില്ല. റെപ്യൂട്ടേഷൻ എന്ന് പറഞ്ഞ പെരുമ, പ്രശസ്തി എന്നൊക്കെ പറയാം. അപ്പം വളരെ പെട്ടെന്ന് ഇല്ലാതാകുന്ന ഒരു പ്രശസ്തിക്ക് വേണ്ടിയിട്ട് ഈവൻ ഇൻ ദ കാനൺസ് മൗത്ത്, അതായത് കാനൺ എന്ന് പറഞ്ഞ പീരങ്കി, മൗത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ മുന്നിൽ. അപ്പം എപ്പോൾ വേണമെങ്കിലും പൊട്ടാൻ റെഡി ആയിട്ടുള്ള ഒരു പീരങ്കിയുടെ മുന്നിൽ ആ ധൈര്യത്തോടുകൂടെ ഒരു ചെറിയ നേരത്തെ പ്രശസ്തിക്ക് പോലും, അല്ലെങ്കിൽ അധിക നേരം നിലനിൽക്കാത്ത ആ പ്രശസ്തിക്ക് പോലും തയ്യാറാകുന്ന ഒരു വ്യക്തി ആണ് ഈ സോൾജർ എന്ന് ഇവിടെ പറയുന്നു. അടുത്തത് ജസ്റ്റിസ്, ന്യായാധിപൻ. ആൻഡ് ദെൻ ദ ജസ്റ്റിസ് ഇൻ ഫെയർ റൗണ്ട് ബെല്ലി വിത്ത് ഗുഡ് കാപ്പോൺ ലിൻഡ്. കാപ്പോൺ ലിൻഡ് എന്ന് പറഞ്ഞാൽ നല്ലോണം തീറ്റയെല്ലാം കൊടുത്ത് തടിപ്പിച്ച പൂവൻ കോഴി എന്നർത്ഥം. അപ്പൊ അങ്ങനത്തെ ഒരു തടിപ്പിച്ച പൂവൻ കോഴിയൊക്കെ തിന്ന് നല്ലോണം വയറൊക്കെ നിറഞ്ഞ് റൗണ്ടായിട്ട്, കണ്ടോ, റൗണ്ട് ബെല്ലി, കണ്ടോ അവിടെ കണ്ടില്ലേ, ഈ ചിത്രത്തിൽ കണ്ടില്ല, നല്ല ചാടിയ വയറ്, അങ്ങനെ നല്ലോണം ഭക്ഷണം എല്ലാം കഴിച്ച് ചാടിയ വയറുള്ളൊരു വ്യക്തി. വിത്ത് ഐസ് സിവിയർ ആൻഡ് ബിയർഡ് ഓഫ് ഫോമൽ കട്ട്. ഐസ് സിവിയർ എന്ന് പറഞ്ഞാൽ നല്ല ഗൗരവമുള്ള കണ്ണുള്ളവൻ. ബിയർഡ് ഓഫ് ഫോമൽ കട്ട് എന്ന് പറഞ്ഞാൽ നല്ല ചിട്ടയായിട്ട്, നല്ല വൃത്തിയായിട്ട് താടിയൊക്കെ കട്ട് ചെയ്ത് റെഡിയാക്കിയ ഒരു വ്യക്തി എന്നർത്ഥം. ഫുൾ ഓഫ് വൈസ് സോഴ്സ് ആൻഡ് മോഡേൺ ഇൻസ്റ്റൻസസ്. വൈസ് സോഴ്സ് എന്ന് പറഞ്ഞാൽ നല്ല ജ്ഞാനമുള്ള പഴമൊഴികൾ. പിന്നെ മോഡേൺ ഇൻസ്റ്റൻസസ് എന്ന് പറഞ്ഞാൽ പുതിയ പുതിയ ഉദാഹരണങ്ങൾ. അപ്പം ഇങ്ങനത്തെ പുതിയ ഉദാഹരണങ്ങളും നല്ല ജ്ഞാനമുള്ള പഴമൊഴികളും അറിയുന്ന ഒരു വ്യക്തി. ആൻഡ് സോ ഹി പ്ലേസ് ഹിസ് പാർട്ട്. അങ്ങനെ അദ്ദേഹത്തിന്റെ പങ്ക് അദ്ദേഹം അഭിനയിക്കുന്നു. അതാണ് ഓക്കെ, ജീവിതത്തിൽ ഈ ഒരു പാർട്ട്, ഈ ഒരു സ്റ്റേജ് ആ മനുഷ്യൻ അഭിനയിക്കുന്നു അല്ലെങ്കിൽ പൂർത്തിയാക്കുന്നു എന്നാണ് ഇവിടെ അർത്ഥമാവുന്നത്. അങ്ങനെ മനുഷ്യന്റെ 6ാമത്തെ സ്റ്റേജിലേക്ക് വന്നു. The 6th age shifts into the lean and slippered pantaloon with spectacles on nose and pouch on side. അതായത് പ്രായമായി, കണ്ണ് കാഴ്ച പോയപ്പോൾ സ്പെക്ടക്കിൾസ് വെച്ചു, കണ്ണട വെച്ചു, ഒരു സഞ്ചി കയ്യിലുണ്ട്, ഇത് പണസഞ്ചി ആയിരിക്കാം, അത് കയ്യിലുണ്ട്. പിന്നെ ഒരു ലൂസ് പാൻ്റൊക്കെ ഇട്ട്, ഷർട്ടൊക്കെ ഇട്ട്, വയറൊക്കെ പോയി, അങ്ങനെ ഈ ഒരു സ്റ്റേജിലായിട്ട് മനുഷ്യൻ മാറി, 6ാമത്തെ സ്റ്റേജിലേക്ക് തന്നെ മാറിയിരിക്കുകയാണ്. ഹിസ് യൂത്ത്ഫുൾ ഓസ് വെൽ സേവ്ഡ് എ വേൾഡ് ടു വൈഡ് ഫോർ ഹിസ് ഷാങ്ക്. ഇവിടെ എന്താ പറയുന്നത്? അദ്ദേഹം സൂക്ഷിച്ചു വെച്ച അയാളുടെ ചെറുപ്പത്തിലെ പാൻസ്, അതാണ് വെൽ സേവ്ഡ് യൂത്ത്ഫുൾ ഓസ് എന്ന് പറഞ്ഞാൽ സൂക്ഷിച്ചു വെച്ച ചെറുപ്പത്തിലെ പാൻസ്, അതിപ്പം ടു വൈഡ്, വളരെ ലൂസായിട്ടുണ്ട്. എന്തിന്? ഫോർ ഹിസ് ഷാങ്ക്, അദ്ദേഹത്തിന്റെ മെലിഞ്ഞ കാലുകൾക്ക്. ആൻഡ് ഹിസ് ബിഗ് മാൻലി വോയിസ് ടേണിംഗ് അഗെയിൻ ടുവേർഡ്സ് ചൈൽഡിഷ് ട്രബിൾ പൈപ്സ് ആൻഡ് വിസിൽസ് ഇൻ ഹിസ് സൗണ്ട്. അതായത് അദ്ദേഹത്തിന്റെ ആ ഗാംഭീര്യമുള്ള പുരുഷ ശബ്ദമൊക്കെ പോയി കുട്ടികളുടെ പോലെയായി. പിന്നെന്താ, ആ സ്വരത്തിൽ വലിയ മാറ്റം വന്നു, ശബ്ദം വിറയ്ക്കാൻ തുടങ്ങി, ട്രബിൾ, ഓക്കെ. പിന്നെ വിസിൽസ് ഇൻ ഹിസ് സൗണ്ട്, ഒരു വിസിലടിക്കുന്ന സൗണ്ടൊക്കെ സംസാരിക്കുമ്പം അങ്ങനെ വരാൻ തുടങ്ങി. അപ്പം ആകെ ഒരു പ്രായമായതിന്റെ അവസ്ഥയാണ് ഇവിടെ ഈ പാരഗ്രാഫിൽ വിവരിക്കുന്നത്. ലാസ്റ്റ് സീൻ ഓഫ് ഓൾ ദാറ്റ് എൻഡ്സ് ദിസ് സ്ട്രേഞ്ച് ഇവന്റ്ഫുൾ ഹിസ്റ്ററി is second childishness and mere oblivion. Sans teeth, sans eyes, sans taste, sans everything. എന്താ ഇവിടെ പറയുന്നത്? പല്ലുകളില്ലാത്ത, കണ്ണുകളില്ലാത്ത, രുചിയില്ലാത്ത, ഒന്നുമില്ലാത്ത 2ാമത്തെ ബാല്യവും കേവലം മറവിയുമാണ്. എല്ലാറ്റിനും ഒടുവിൽ ഈ വിചിത്രവും സംഭവബഹുലമായ കഥയുടെ അവസാന രംഗം. അതാണ് ഇവിടെ പറയുന്നത്. കണ്ടില്ലേ, അവസാന രംഗം. വളരെ ശോഷിച്ച് പ്രയാസത്തിലിരിക്കുന്ന ഈ വൃദ്ധനായ മനുഷ്യൻ, ഇതാണ് മനുഷ്യന്റെ അവസാന അവസ്ഥ. ഓക്കെ സ്റ്റുഡൻസ്, ദ 7 ഏജസ് ഓഫ് മാൻ എന്ന ഈ ലെസന്റെ മലയാളം എക്സ്പ്ലനേഷൻ ഇവിടെ അവസാനിക്കുകയാണ്. എന്റെ എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് നല്ലവണ്ണം മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. അങ്ങനെയാണെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. എൻ്റെ ചാനലിന്റെ പേര് അവിടെ താഴെ കൊടുത്തിട്ടുണ്ട്, അതിലേക്കുള്ള ലിങ്കും അവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ വിലയേറിയ കമന്റ്സ് അറിയിക്കണം.